ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് കാണിക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് തെലുങ്കിലുള്ള ഒരു ട്രഡീഷണൽ നോമ്പാണ്. ലൈക്ക് അട്ലത്തത്തി നോമ്പ് എന്ന് പറയും. സോ ഈ നോമ്പ് വന്നിട്ട് കല്യാണം കഴിഞ്ഞവർ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് കല്യാണം കഴിക്കാനുള്ള കുട്ടികളൊക്കെ എടുക്കും. കൊച്ചു കുട്ടികൾ വന്നിട്ട് ഒരു 10 വയസ്സ് മുതലുള്ള കുട്ടികൾ എടുക്കുമെന്ന് പറയും. അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞാൽ പിന്നെ കമ്പൽസറി ആയിട്ട് ഈ നോമ്പ് എടുക്കണം എന്ന് പറയും. പക്ഷേ ഞാനിതുവരെ ഈ നോമ്പ് എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നോമ്പ് എടുക്കുന്നതിന് മുമ്പ് വന്നിട്ട് കുറേ പ്രോസസ്സൊക്കെ ഉണ്ട്. ലൈക്ക് നമുക്ക് ഈ പൂജാരിയൊക്കെ കൊണ്ടുവന്നിട്ട് ഹോമമൊക്കെ വളർത്തിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ല. മേ ബി നെക്സ്റ്റ് ഇയർ കമ്പൽസറി ആയിട്ട് എടുക്കണമെന്ന് എൻ്റെ അമ്മായിയമ്മ പറഞ്ഞിട്ടുണ്ട്. സോ ഈ നോമ്പിൻ്റെ ഈ നോമ്പെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ്. പെണ്ണുങ്ങൾ വന്നിട്ട് അവർക്ക് കൗണ്ടുണ്ട്, എല്ലാം 11. ലൈക്ക് ഈ ചെടി ഞാൻ ആദ്യം കാണിച്ചല്ലോ, ആ ചെടി വന്നിട്ട് 11 ലൈക്ക് നവധാന്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ദിവസം മുമ്പ്, ഈ നോമ്പ് തുടങ്ങുന്നതിന് ഒരാഴ്ച 10 ദിവസം മുമ്പ് തന്നെ മുളയ്ക്കാൻ വെക്കണം. അത് മുളച്ച് വരുമ്പോൾ അത് 11 ഒരാളാണെങ്കിൽ അത് 11 വേണം. അതുപോലെ തന്നെ ഈ മഞ്ഞൾ ചെറുതായിട്ട് ഉരുട്ടുന്നത് അത് ഒരാളിന് 11 അങ്ങനെയൊക്കെ വേണം. സോ അങ്ങനെയൊക്കെ കുറേ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കും, ഞാനങ്ങ് നോക്കിക്കൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. മഞ്ഞളൊക്കെ ചെറുതായിട്ട് 11 ഉരുള. അതുപോലെ തന്നെ ദോശ, ഇത് മെയിൻ അത്ലത്തെത്തി എന്ന് പറഞ്ഞാൽ തന്നെ അത് നോമ്പിന് വന്നിട്ട് ദോശയാണ് കഴിക്കാറ്. അവർ രാവിലെ മുതൽ ഒന്നും കഴിക്കില്ല. രാവിലെ മുതൽ കഴിക്കാണ്ടിരുന്നിട്ട് ഈ ദോശ നമുക്ക് വന്നിട്ട് ദോശയിൽ വന്നിട്ട് ലൈറ്റായിട്ട് ശർക്കര ഇട്ടിട്ട് വെല്ലം ദോശ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കും. സോ അതുപോലെ തന്നെ പൂവൊക്കെ കെട്ടും. ഇതൊക്കെ സ്വാമിക്ക് പൂ കെട്ടണം. അതുപോലെ തന്നെ അവർ നോമ്പിരിക്കുന്നവർ തന്നെ കയ്യിലൊക്കെ ഇത് പൂവൊക്കെ കെട്ടിയിട്ടാണ് ഇരിക്കുക. രാവിലെ മുതൽ അങ്ങനെ വെച്ചാൽ ഈ നോമ്പ് ചെയ്യുമ്പോൾ വന്നിട്ട് ഒരാളങ്ങനെ ആ വീട്ടിലുള്ള ആളിൽ മാത്രമല്ല, വീട്ടിൻ്റെ അടുത്തുള്ള കുറേ പേര് ചേർന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി കളിയും ചിരിയും കാര്യങ്ങളും കളിയാക്കലും അങ്ങനെയൊക്കെയാണെന്ന്. സോ അങ്ങനെയൊക്കെ ആ നോമ്പ് ഈവനിങ് വരെ അങ്ങനെ കളിച്ച് ചിരിച്ചിരുന്നിട്ട് പിന്നെ ഈവനിങ് ആണ് നമുക്ക് ഈ നോമ്പിന് വേണ്ടിയിട്ടുള്ള നെയ്വേദ്യമൊക്കെ കൊടുക്കുന്നത്. നെയ്വേദ്യം എന്ന് പറയുന്നത് ദോശയാണ്. ദോശയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യും. ഇതിന് മെയിനായിട്ട് ഈ നോമ്പിന് പെണ്ണുങ്ങളൊക്കെ നല്ലോണം ഒരുങ്ങി നിൽക്കും, നല്ലോണം ഒരുങ്ങും. പിന്നെ ഈവനിങ് ആയപ്പോൾ തന്നെ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള പീഠത്തിലെല്ലാം റെഡിയാക്കി വയ്ക്കും. കോലമൊക്കെ ഇട്ടിട്ട് പിന്നെ പൂവും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല റെഡിയാക്കും. ഇത് ആക്ച്വലി അവർ ആന്ധ്രയിലാവുമ്പോൾ അവർ ഈ നദിയുടെ കരയിലാണ് പോയിട്ട് ഈ പൂജ ചെയ്യാറുള്ളതെന്ന്. ഇവിടെ പിന്നെ നദിയും കുളമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവർ ബക്കറ്റിൽ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നദിക്കരയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ പൂജയൊക്കെ ചെയ്യുമെന്ന് പറയും. അവർ പഴയ കഥയൊക്കെ പറയും, ഞാൻ കേട്ടോണ്ടിരിക്കും. പിന്നെ എൻ്റെ കുട്ടിയെയും കൂടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ജടയൊക്കെ വെച്ച് പിന്നി നല്ല ഒരുക്കി. പിന്നെ അവർ ഈ നോമ്പിന് വേണ്ടിയിട്ടുള്ള മുളപ്പിച്ചിട്ടുള്ള ചെടിയൊക്കെ നമുക്ക് വെച്ചിട്ട് ദൈവത്തിൻ്റെ മുമ്പ് വെച്ചിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പൂജയൊക്കെ ചെയ്യും. എന്നിട്ട് പൂജയൊക്കെ ചെയ്യും. കയ്യിലൊക്കെ മാറി മാറി കെട്ടിക്കൊടുക്കും. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അണ്ണൻ്റെ ഭാര്യയാണ്. പിന്നെ എൻ്റെ അമ്മായിയമ്മയുണ്ട്. 3 പേരും കൂടിയാണ് ഇരുന്ന് നോമ്പ് ചെയ്യണത്. ഞാൻ അങ്ങനെ കുത്തി പോലെ വീഡിയോ എടുത്തോണ്ടിരിക്കും. പിന്നെ ഇതാണ് ദോശ. അവർ 11 കണക്കായിട്ട് അങ്ങനെ 11 ഒരാളിന് 11 അത്രയാണ് കണക്ക്. സോ അങ്ങനെയൊക്കെ മറ്റേ ഈ നോർമൽ ദോശ, നമ്മൾ ഈ ചെറിയ കല്ല് ദോശ ഉണ്ടല്ലോ, അതുപോലെ വന്നിട്ട് അതിൽ കുറച്ച് സ്വീറ്റൊക്കെ കലർന്നിട്ട് ചെയ്യുന്നതാണ്. അത് മാത്രമേ കഴിക്കാവൂ അവർ. ഇന്നത്തെ ദിവസം അവർ വേറെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. സോ അങ്ങനെ അതൊക്കെ അവർ കഴിച്ചു. പിന്നെ വെളിയിൽ ഇത് ഇപ്പോൾ വന്നിട്ട് നമ്മൾ പൂജാ റൂമിൽ വെച്ചിട്ട് പൂജ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് വന്നിട്ട് നദിയിലേക്ക് പോയി ഈ സാധനങ്ങളൊക്കെ ഒഴുക്കി കളയണം. അതാണ് കോൺസെപ്റ്റ്. സോ നദി ഇല്ലാത്തതുകൊണ്ട് അവർ ഈ ബക്കറ്റിനെ ഒരു നദിയായിട്ട് കൺസിഡർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് കോലമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കോലം ഇടാൻ എൻ്റെ കുട്ടി മുന്നേ നിൽക്കുകയാണ്. അവളുടെ പാവാട പിടിക്കാൻ 2 പേര് വേണം. സോ എന്നിട്ട് ഇത് കഴിഞ്ഞാലും അവർക്ക് ഈ നോമ്പ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നില കാണണമെന്ന് പറയും. അങ്ങനെ നിലവിനെ കണ്ടിട്ട് പോയി ഹസ്ബൻഡിൻ്റെ അടുത്ത് ആശീർവാദം വാങ്ങണം. ഹസ്ബൻഡിൻ്റെ കാലിൽ വീഴുന്ന നമസ്കരിക്കണം. നമസ്കരിച്ച് തീർന്നാലേ നോമ്പ് കംപ്ലീറ്റ് ആവുമെന്ന് പറയും. ഈ കർവാച്ചോർ നോമ്പൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ എന്താ
ഈ കർമ്മ. സോ അതുപോലെ ഈ നദിക്ക് വേണ്ടിയിട്ട് ഈ ബക്കറ്റിൽ വെള്ളം പിടിക്കുകയാണ്. വെള്ളം പിടിച്ചിട്ട് നമ്മളുടെ മുളപ്പിച്ച് വെച്ച് അതൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇതിലിട്ടിട്ട് പിന്നെ അവിടെ വിളക്കേറ്റിയിട്ട് പിന്നെ ഈ നിലവിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും. അന്നത്തെ ദിവസം ആകുമ്പോൾ കാണേയില്ല, ഈ മേഘത്തിൻ്റെ ഇടയിൽ ഒളിഞ്ഞ് കളിക്കും എന്നൊക്കെ പറയാറുണ്ട്. സോ എന്നിട്ട് നോമ്പൊക്കെ നോമ്പ് കഴിഞ്ഞിട്ട് മുകളിൽ പോയിട്ട് നിലവൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നമസ്കാരമൊക്കെ ചെയ്തിട്ട് വരും. പിന്നെ ഹസ്ബൻഡിൻ്റെ കാലിൽ വീഴുന്ന നമസ്കാരം ചെയ്യും. അത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പ്. പിന്നെ ഹസ്ബൻഡിൻ്റെ കാലിൽ വീഴുന്നിട്ട് നമസ്കാരം ചെയ്യും. നമസ്കാരം ചെയ്ത ഉടനെ നോമ്പ് കംപ്ലീറ്റഡ്. ഞാൻ അടുത്ത വർഷം എടുക്കും. താങ്ക് യു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.